10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ആഡംബരവും ധൂർത്തും ധാർഷ്ട്യവും അഹന്തയും സ്വജനപക്ഷപാതവും അഴിമതിയും കണ്ട് മനസ്സുമടുത്തിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ UDFനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിച്ചത്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ് CPMും CPM നേതൃത്വം നൽകിയ ഇടതുമുന്നണിയും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. UDFനെ സംബന്ധിച്ചിടത്തോളം 140 അംഗ നിയമസഭയിൽ 102 അംഗങ്ങളുടെ പിന്തുണയോടുകൂടിയാണ് അവരിപ്പോൾ ഭരണം നടത്തുന്നത്. മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസിനും ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചു. 63 അംഗങ്ങളെയാണ് കോൺഗ്രസിന് സ്വന്തം ചിഹ്നത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും UDFനെ സംബന്ധിച്ചിടത്തോളവും ഈ വിജയത്തിൽ ഏറ്റവും നിർണായകമായത് VD സതീശൻ എന്ന UDF ചെയർമാനായിരുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വ ശൈലിയായിരുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഇരട്ടത്താപ്പുകളെ ജനങ്ങൾക്ക് മുമ്പിൽ കൃത്യതയോടുകൂടി ബോധ്യപ്പെടുത്തുവാൻ VD സതീശന് സാധിച്ചിരുന്നു. ഇതിലുമുപരിയായി ഭാവി കേരളത്തെക്കുറിച്ചുള്ള തൻ്റെ വികസന സങ്കല്പങ്ങൾ, കേരളം എങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം നാടാക്കി മാറ്റുവാൻ സാധിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാടുകൾ VD സതീശൻ പങ്കുവച്ചപ്പോൾ അതും ജനങ്ങൾ വിശ്വാസത്തിലെടുത്ത് ഹൃദയത്തോട് ചേർത്ത് വെക്കുകയായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് അധികാരലബ്ധിക്ക് ശേഷം കോൺഗ്രസിനുള്ളിൽ ആരാകണം മുഖ്യമന്ത്രിയാകുന്നതിനെ ചൊല്ലി ഒരു തർക്കമുണ്ടായപ്പോൾ VD സതീശന് വേണ്ടി ജനങ്ങൾ തെരുവിലിറങ്ങി തങ്ങളുടെ വികാരം പ്രകടിപ്പിച്ചത്. ഇക്കാര്യങ്ങൾ കൃത്യതയോടുകൂടി മനസ്സിലാക്കിയ കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർലമെന്ററി പാർട്ടിയിൽ മൃഗീയ ആധിപത്യമുണ്ടായിട്ടും KC വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് VD സതീശനെ മുഖ്യമന്ത്രി പദവിയിലേക്ക് നിയോഗിക്കുകയായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങളുടെ ഹൃദയം കവർന്നുകൊണ്ട് ജനഹിതം നിറവേറ്റിക്കൊണ്ടുള്ള ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് VD സതീശൻ കടന്നു വന്നിരിക്കുന്നത്. എന്നാൽ VD സതീശൻ എന്ന നേതാവിൻ്റെ ജനകീയതയും കാഴ്ചപ്പാടും ഏറ്റവും അധികം അലസോരപ്പെടുത്തുന്നത് CPMനെയാണ്, ഇടതുപക്ഷത്തെയാണ്. VD സതീശൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ ഒരു സൽഭരണമുണ്ടായാൽ അത് തങ്ങളുടെ രാഷ്ട്രീയ അന്ത്യത്തിന് കാരണമാകുമെന്ന് ഇവർ കൃത്യമായി തിരിച്ചറിയുന്നുണ്ട്. അതിനാൽ തന്നെ പിണറായി അനുകൂല സൈബർ പ്രൊഫൈലുകളും പിണറായി അനുകൂല വാർത്താ ചാനലുകളും VD സതീശൻ്റെ ഇമേജിനെ ലക്ഷ്യമിട്ട് കൃത്യമായ രാഷ്ട്രീയ നീക്കങ്ങൾ അധികാരത്തിലേറിയ ആദ്യ ദിനം തന്നെ നടത്തുന്നുണ്ട് എന്നതും വ്യക്തമാണ്. തെരുവുകൾ കലാപക്കളങ്ങളാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ വികസന സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുവാനും ഇവിടെ ഉണ്ടാകുവാൻ പോകുന്ന നിക്ഷേപ സൗഹൃദ അന്തരീക്ഷം ഇല്ലാതാക്കുവാനുമുള്ള CPMൻ്റെ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയുകയും പുച്ഛിച്ചു തള്ളുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏക ആശ്വാസം. VD സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണാധികാരി എന്ന നിലയിൽ, ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു അധികാരി എന്ന നിലയിൽ താൻ ഒരിക്കലും വരുത്തരുതാത്ത തെറ്റുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടുപഠിക്കുവാനുള്ള ഏറ്റവും മികച്ച പാഠപുസ്തകമാണ് പിണറായി വിജയൻ. ഇത് കൃത്യമായി അദ്ദേഹം പഠിക്കുന്നുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യക്തമാണ്. പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി 50ഓളം ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് കേരളത്തിൻ്റെ വഴികളിലൂടെ ചീറിപ്പാഞ്ഞിരുന്നത്. മുഖ്യമന്ത്രിയുടെ സഞ്ചാരപഥം മൂലം ജനങ്ങൾ മണിക്കൂറുകളോളം ട്രാഫിക് ബ്ലോക്കിൽ കുടുങ്ങിക്കിടക്കേണ്ട സാഹചര്യങ്ങളും കേരളം ആദ്യമായി കണ്ടത് പിണറായിയുടെ ഈ യാത്രകളിലൂടെയാണ്. പിണറായി വിജയന് ജനാധിപത്യ സമരങ്ങളോട് വലിയ അസഹിഷ്ണുതയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യപരമായി സമാധാനപരമായി ഒരു കരിങ്കൊടി തനിക്ക് നേരെ ഉയർത്തുന്നത് പോലും അദ്ദേഹം അംഗീകരിച്ചു കൊടുത്തിരുന്നുമില്ല. എന്നാൽ VD സതീശൻ മറുപുറത്ത് അധികാരത്തിലേറിയപ്പോൾ നടത്തിയ ആദ്യ പ്രഖ്യാപനങ്ങളിലൊന്ന് പിണറായിയെപ്പോലെ ഒരു ആഡംബര വാഹന വ്യൂഹം മുഖ്യമന്ത്രിയായ തനിക്കൊപ്പം ഉണ്ടാവില്ല എന്നതാണ്. കേവലം ഒരു ജീപ്പ് പൈലറ്റിനും ഒരു ജീപ്പ് എസ്കോർട്ടിനും മാത്രമേ തൻ്റെ വാഹന വ്യൂഹത്തിൽ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്ന് VD സതീശൻ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഇത് അക്ഷരം പ്രതി ഇന്നേ ദിവസം വരെ പാലിക്കുവാനും മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ VD സതീശൻ ഇത്തരത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പാഴ്വാക്കുകളാണെന്നും ഈ പ്രഖ്യാപനങ്ങളും ആദർശങ്ങളുമെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അദ്ദേഹം അധികാരത്തിൽ തുടരുന്നത് എന്നും തെളിയിക്കുവാനുള്ള പ്രചരിപ്പിക്കുവാനുള്ള വല്ലാത്തൊരു വ്യഗ്രതയാണ് ഇടതു പ്രൊഫൈലുകളുടെ നിലപാടുകളിൽ കാണാൻ കഴിയുന്നത്. VD സതീശൻ എന്ന മുഖ്യമന്ത്രി ആഡംബര വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി ഏറെക്കുറെ 40 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി കേരളത്തിലൂടെ ചീറിപ്പായുന്നു എന്ന പ്രചാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇവർ അഴിച്ചുവിടുന്നുണ്ട്. ഇതിനുവേണ്ടി അവർ പിണറായിയുടെ പഴയ വാഹന വ്യൂഹത്തിൻ്റെ ദൃശ്യങ്ങളാണ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഇതിനെയെല്ലാം കൃത്യമായി പൊളിച്ചെടുക്കുവാനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയുവാനുമുള്ള ആർജവം പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ പഴയ കാലങ്ങളിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പദവിയിലെത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ യാതൊരു മാറ്റവുമില്ല എന്നതും ഏറെ ശ്ലാഘനീയമായ കാര്യമാണ്. ഇനി പറയുവാൻ പോകുന്നത് മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനെ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ നികൃഷ്ടമായിട്ടുള്ള നീക്കങ്ങളാണ്. ജനാധിപത്യപരമായ വിമർശനങ്ങളോട് VD സതീശൻ എന്ന നേതാവ് വലിയ അസഹിഷ്ണുത പുലർത്തുന്നു എന്ന ആരോപണമാണ് ഇപ്പോൾ ഇടതനുകൂല മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇതിനുദാഹരണമായി 2 സംഭവങ്ങൾ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെ വിമർശനമുയർത്തിയതിൻ്റെ പേരിൽ KSRTCയിലെ ഒരു ജീവനക്കാരനും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു അധ്യാപകനും സസ്പെൻഡ് ചെയ്യപ്പെട്ട സാഹചര്യം ചൂണ്ടിക്കാട്ടി
ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് അസഹിഷ്ണുതയാണുള്ളത്, ജനാധിപത്യപരമായ വിമർശനങ്ങൾക്ക് അദ്ദേഹം ചെവി കൊടുക്കുന്നില്ല, അവരെ അച്ചടക്ക നടപടി കൊണ്ട് നേരിടുവാനാണ് ശ്രമിക്കുന്നത് എന്നെല്ലാമുള്ള പ്രചാരണം നടത്തുന്നത്. എന്നാൽ ഈ പ്രചാരണങ്ങളിലെ പൊള്ളത്തരങ്ങളെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പൊളിച്ചെടുക്കുവാൻ വി ഡി സതീശന് സാധിച്ചു. വി ഡി സതീശൻ്റെ മറുപടി കേട്ട മാധ്യമപ്രവർത്തകർ, അന്തം കമ്മികളെ പോലെ നിലപാടെടുക്കുന്ന ചില മാധ്യമപ്രവർത്തകർ ഇന്നലത്തെ പത്രസമ്മേളന വേദിയിൽ തലകുനിച്ചിരിക്കുന്നതിനും നമ്മൾ സാക്ഷിയായി. യഥാർത്ഥത്തിൽ KSRTC ജീവനക്കാരനെ എന്തിനാണ് സസ്പെൻഡ് ചെയ്തത് എന്ന യാഥാർത്ഥ്യമാണ് വി ഡി സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിവരിച്ചത്. വി ഡി സതീശനെതിരെ വിമർശനം ഉന്നയിച്ച KSRTC ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്തു, അത് ന്യായമാണോ എന്ന ചോദ്യം മാധ്യമപ്രവർത്തകർ ഉയർത്തിയപ്പോഴാണ് ഇതിൻ്റെ പശ്ചാത്തലം അദ്ദേഹം കൃത്യമായി വിവരിച്ചത്. യഥാർത്ഥത്തിൽ ഈ KSRTC ജീവനക്കാരൻ ചെയ്തത് ജയിലിലടയ്ക്കപ്പെടേണ്ട ഒരു കുറ്റകൃത്യമാണ്. വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിയുടെ തലയും അതിനോട് നഗ്നനായ മറ്റൊരു യുവാവിൻ്റെ ഉടലും ചേർത്ത് വെച്ചുകൊണ്ട് വ്യാജമായ ഒരു നഗ്ന ചിത്രം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയെ വേട്ടയാടുവാൻ ഇറങ്ങിയത്. എനിക്കുണ്ടായ തരം ഒരു ദുരനുഭവം നാളെ ഇപ്പോൾ ഞാൻ മൗനം പാലിച്ചാൽ നിങ്ങൾക്ക് നേരെയും വനിതകളായിട്ടുള്ള മാധ്യമപ്രവർത്തകർക്ക് നേരെയും ഉണ്ടായാൽ എന്തായിരിക്കും കേരളത്തിൻ്റെ സ്ഥിതി എന്ന ചോദ്യമാണ് മാധ്യമപ്രവർത്തകരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ചോദിച്ചത്. ഈ ഒരു ചോദ്യത്തിന് മറുപടി പറയുവാൻ അവർക്ക് സാധിച്ചിട്ടില്ല. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥാപനത്തെക്കുറിച്ച്, ഒരു സർക്കാർ വകുപ്പിനെക്കുറിച്ച് നിങ്ങൾ ഒരു വിമർശനാത്മകമായ വാർത്ത ചെയ്താൽ നിങ്ങളുടെ നഗ്നചിത്രങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ നഗ്നചിത്രങ്ങളോ പ്രദർശിപ്പിക്കുന്ന സാഹചര്യം അപകടകരമല്ലേ എന്നാണ് വി ഡി സതീശൻ ചോദിച്ചത്. യഥാർത്ഥത്തിൽ ഈ KSRTC ജീവനക്കാരനെതിരെയുള്ള നടപടി അച്ചടക്ക നടപടിയിലോ സസ്പെൻഷനിലോ മാത്രമല്ല ഒതുക്കേണ്ടത്. IT ആക്ടിലെ ഗുരുതരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഇയാളെ ജാമ്യം പോലും നിഷേധിച്ച് ജയിലിലടയ്ക്കുവാനുള്ള സാഹചര്യമുള്ളപ്പോഴാണ് മഹാമനസ്കരായ മുഖ്യമന്ത്രി ജനാധിപത്യപരമായിട്ടുള്ള വിമർശനങ്ങളോട് ചെവി കൊടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഒരു താക്കീത് എന്ന വണ്ണം ഇയാൾക്കെതിരായിട്ടുള്ള നടപടികൾ സസ്പെൻഷനിൽ ഒതുക്കിയത്. അതുപോലെ തന്നെ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഹയർ സെക്കൻഡറി അധ്യാപകനും പ്രിൻസിപ്പളുമായിട്ടുള്ള വ്യക്തിത്വവും ഇതേ രീതിയിൽ മുഖ്യമന്ത്രിയുടെ പടം ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് പ്രചരിപ്പിച്ചതിനാണ് അച്ചടക്ക നടപടി നേരിട്ടിട്ടുള്ളത്. ഇവിടെ ചില അതിർവരമ്പുകൾ മാധ്യമങ്ങളും സൈബർ പ്രൊഫൈലുകളും നിഷ്കർഷിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന രീതിയിൽ CPM അണികൾ മുൻപോട്ട് പോകുകയാണെങ്കിൽ അതിനെ ഏത് രീതിയിലാണ് സർക്കാർ കൈകാര്യം ചെയ്യുവാൻ പോകുന്നതെന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടയിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രി കൃത്യമായ വിജയം കണ്ടു എന്നതും നാം മനസ്സിലാക്കേണ്ടതാണ്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് റെയ്ഡിനെത്തിയ ED ഉദ്യോഗസ്ഥരെ, അവർ മടങ്ങിയ വാഹനങ്ങളടക്കം ആക്രമിച്ചുകൊണ്ട് CPMൻ്റെ തെമ്മാടികൾ തെരുവുകളിൽ അഴിഞ്ഞാടിയപ്പോൾ പോലീസ് നോക്കി നിന്നു എന്ന ഒരു ആക്ഷേപം ശക്തമായി UDF സർക്കാരിനെതിരെ ഉയർത്തുവാൻ മാധ്യമങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ വളരെ പക്വപരമായിട്ടുള്ള ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത്. അന്നത്തെ സംഘർഷം കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ അവസാനിപ്പിച്ച പോലീസ് രമേശ് ചെന്നിത്തലയുടെ കർശനമായ നിർദ്ദേശത്തിനനുസരിച്ച് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി 300ഓളം അക്രമകാരികളായിട്ടുള്ള CPM പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. 28 പേർ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. ഈ കേസിൽ അറസ്റ്റിലാകുന്നവർക്ക് സമീപ ഭാവിയിലെങ്ങും ജാമ്യം ലഭിക്കുവാൻ ഇടയില്ലാത്ത വിധമുള്ള കൃത്യമായ വാദമുഖങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ സർക്കാരിന് വേണ്ടി അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ തെമ്മാടിത്തരവും കലാപവുമായി തെരുവിലിറങ്ങിയാൽ CPM പ്രവർത്തകരോട് യാതൊരു ദാക്ഷിണ്യവും കാണിക്കില്ല എന്ന് കൃത്യമായ നിലപാടെടുത്തിട്ടുള്ള ആഭ്യന്തരമന്ത്രിയും അതുപോലെ തന്നെ തനിക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ നാളെ ഈ സമൂഹത്തിലെ സാധാരണക്കാർക്കെതിരെയും ഉണ്ടായാൽ കർശനമായി നേരിടുമെന്നുള്ള സന്ദേശവും നൽകിയിട്ടുണ്ട്. അങ്ങനെ വി ഡി സതീശൻ്റെ തുണിയില്ലാത്ത പടം പ്രചരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ ശ്രമിച്ച ജീവനക്കാരനെതിരെയുള്ള അച്ചടക്ക നടപടിയെ മുഖ്യമന്ത്രിക്ക് വിമർശനത്തോട് അസഹിഷ്ണുതയാണ് എന്ന രീതിയിൽ അതൊരു വാർത്തയാക്കി പ്രചരിപ്പിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി വി ഡി സതീശന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ടും ഈ വിശദാംശങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ടും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.